RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന 2026 വേൾഡ് കപ്പിലേക്കുള്ള ഡ്രോയിനെ കുറിച്ചാണ്. ഡ്രോയില് കുറെ പേര് ഭയങ്കര ഹാപ്പിയാണെന്ന് അറിയാം, കുറെ ഫാൻസുകാര്. അതേപോലെ കുറെ പേരുകൾ കുറച്ച് സാറ്റിസ്ഫൈ അല്ല ആ ഒരു ഡ്രോയിൽ. എന്താ കാരണം എന്ന് പറഞ്ഞാല്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രോയിൽ അത്ര മരണ ഗ്രൂപ്പ് എന്ന് പറയാനൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്താ പറയുക, കുറച്ച് കട്ടിയുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സി ഗ്രൂപ്പായ ബ്രസീല് അണിനിരക്കുന്ന മൊറോക്കോയും അതേപോലെ സ്കോട്ട്ലാൻഡ് ഹേത്തിയുള്ള ഒരു ഗ്രൂപ്പാണ്. പിന്നെ വരുന്നത് ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും ഗാനയും പനാമയും വരുന്ന ഒരു ഗ്രൂപ്പാണ്. പിന്നെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസും സെനഗലും നോർവേയും, പിന്നെ അതിൽ ഒരു പ്ലേ ഓഫ് കളിച്ച് വരുന്ന ടീമുണ്ട്. അവിടേക്ക് ഇറ്റലിയോ അല്ലെങ്കിൽ അയർലാൻഡൊക്കെ വരികയാണെങ്കിൽ അവിടെ കുറച്ച് ടഫാവും. അങ്ങനെ ഇനി പ്ലേ ഓഫ് കളിച്ച് വരുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ വന്ന് ചേർന്നാലോ മറ്റൊരു ടീമുകൾ ചേർന്ന് വന്നാലാണ് നമുക്ക് മരണ ഗ്രൂപ്പ് ഏതെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ എടുത്ത ഫ്രാൻസിന്റെ ഗ്രൂപ്പിൽ ആണ് ഇപ്പോൾ വരികയാണെങ്കിൽ ഫ്രാൻസും സെനഗലും നോർവേയും ഇറ്റലി വരികയാണെങ്കിൽ ഭയങ്കര ഒരു മരണ ഗ്രൂപ്പായി മാറണം. ആർക്ക് വേണമെങ്കിലും ചാൻസ് ഉണ്ട് ഇറ്റലി ഫോമിലേക്ക് എത്തുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് എ മുതൽ എൽ വരെയുള്ള ഗ്രൂപ്പുകളൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ എ ഗ്രൂപ്പില് മെക്സിക്കോ ഹോസ്റ്റ് കൺട്രി ആയിട്ട്, അതേപോലെ ബി ഗ്രൂപ്പിൽ കാനഡയും, ഡി ഗ്രൂപ്പിൽ USA. അത് ഓൾറെഡി അവർ ട്രംപും അതേപോലെ ഓരോരോ രാജ്യങ്ങളുടെ പ്രസിഡന്റും അവരെടുത്തിട്ട് പോയി. അതിനുശേഷമുള്ള ഡ്രോ ആണ് ശരിക്കും നടന്നത്. അപ്പോൾ എ ഗ്രൂപ്പിൽ മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയയാണ്. പിന്നെ യൂറോപ്യൻ പ്ലേ ഓഫ് ഡിയിൽ നിന്ന് വരുന്ന ഒരു ടീമാണ് അവിടെ കളിക്കാൻ പോകുന്നത്. അപ്പൊ ആരും ആവാം, ആ ടീമുകളെ കുറിച്ച് നമുക്ക് ആദ്യം ഈ ഒരു ഗ്രൂപ്പ് പറയാം, അതിനുശേഷം നമുക്ക് ആ ടീമുകളെ കുറിച്ച് സംസാരിക്കാം. അടുത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബി ഗ്രൂപ്പാണ്. കാനഡ പ്ലേ ഓഫ് എയിലെ, പിന്നെ ഖത്തറും സ്വിറ്റ്സർലാൻഡാണ് ഉള്ളത്. സി ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് കുറച്ച് ടഫായി തോന്നിയ ഗ്രൂപ്പ് ഇതാണ്. ബ്രസീലും മൊറോക്കോയും ഹേത്തിയും സ്കോട്ട്ലാൻഡുമാണ് ഈ ഗ്രൂപ്പിലുള്ളത്. അതേപോലെ ഡി ഗ്രൂപ്പായ USA ആതിഥേയരായിട്ട് വരുന്ന ഗ്രൂപ്പിൽ പരോഗ്വയും ഓസ്ട്രേലിയയും, യൂറോപ്യൻ പ്ലേ ഓഫ് കളിച്ച് വരുന്ന സി ഗ്രൂപ്പിലെ ടീമാണ് വരുന്നത്. ഈ ഗ്രൂപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജർമ്മനി ഉണ്ട്, കുറാക്കോ ഉണ്ട്, അതേപോലെ ഐവറി കോസ്റ്റ് ഉണ്ട്, ഇക്വഡോർ ഉണ്ട്. നല്ലൊരു ഗ്രൂപ്പാണ്, നല്ല മത്സരം ഉണ്ട്. എന്താ പറയുക, ഇക്വഡോറും ഐവറി കോസ്റ്റ് ഒക്കെ നല്ല പോരാട്ട വീര്യമുള്ള ടീമുകൾ തന്നെയാണ്. അതേപോലെ എഫ് ഗ്രൂപ്പിൽ നെതർലാൻഡും ജപ്പാനും ടുണീഷ്യയും, പിന്നെ പ്ലേ ഓഫ് ബി, യൂറോപ്യൻ പ്ലേ ഓഫ് ബിയിൽ നിന്ന് വരുന്ന ഒരു ടീം ഉണ്ടാവും. അതേപോലെ ജി ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലാൻഡ് ആണ്. അടുത്ത ഗ്രൂപ്പ് എച്ച് ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ സ്പെയിന്, കേപ്പ് വെർഡ്, സൗദി അറേബ്യ, ഉറുഗ്വയാണ് വരുന്നത്. അതേപോലെ അടുത്ത ഗ്രൂപ്പായ ഐ ഗ്രൂപ്പിൽ ഫ്രാൻസ്, സെനഗല്, പ്ലേ ഓഫ് 2 കളിച്ചു വരുന്ന ടീമാണ് ഫിഫയുടെ നോർവേ ആണ് അടുത്ത ടീം. അത് നല്ലൊരു ഗ്രൂപ്പാണ്. അടുത്ത ജെ ഗ്രൂപ്പായി അർജന്റീന, അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ ആണ്. അതേപോലെ തന്നെ പോർച്ചുഗൽ, കെ ഗ്രൂപ്പിൽ പോർച്ചുഗൽ പ്ലേ ഓഫ് കളിച്ച് വരുന്ന ഫസ്റ്റ് ടീം, പ്ലേ ഓഫ് ഫസ്റ്റിൽ വരുന്ന ടീമാണ്. ഉസ്ബെക്കിസ്ഥാനും കൊളംബിയാണ് ഉള്ളത്. എൽ ഗ്രൂപ്പിൽ ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും ഗാനയും പനാമയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ പ്ലേ ഓഫ് കളിച്ച് വരുന്ന ടീമുകൾ ഏതൊക്കെയാണെന്ന് ഉൾക്കൊള്ളിച്ച് നമ്മൾ ഓരോ ഗ്രൂപ്പുകളിൽ നമുക്ക് നിലവാരം നമുക്ക് പരിശോധിക്കാം, ഓരോ ഗ്രൂപ്പുകളിൽ. അപ്പോൾ ആദ്യ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, കൊറിയൻ റിപ്പബ്ലിക്, ആൻഡ് പിന്നെ വരാൻ പോകുന്ന ഡെൻമാർക്ക്, നോർത്ത് മെസഡോണിയ, ചെക്ക് റിപ്പബ്ലിക്, റിപ്പബ്ലിക് ഓഫ് അയർലാൻഡ്. ഇതില് നല്ല ഒരു മത്സരമാണ്. എനിക്ക് അയർലാൻഡും ഡെൻമാർക്കൊക്കെയാണ് കൂടുതൽ ചാൻസ് കൽപ്പിക്കുന്നത്. അവര് നല്ല പോരാട്ട വീര്യമാണ് അവസാനം. ഡെൻമാർക്കും അത് അയർലാൻഡൊക്കെ അവസാന നിമിഷത്തിൽ പോയതാണ്. അപ്പോൾ അവർ രണ്ട് ടീമുകളല്ല ആരെങ്കിലും ഒരാളായിരിക്കും ഈ ഒരു ഇതിന് വരാനുള്ള ചാൻസ് നോക്കിയാൽ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയാണ്. ബി ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ കാനഡ ഉണ്ട്, ഇറ്റലി, നോർത്തേൺ അയർലാൻഡ്, വെയിൽസ്, ബോസ്നിയ, പിന്നെ ഖത്തർ, സ്വിറ്റ്സർലാൻഡ് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അയർലാൻഡ്, വെയിൽസും കയറി വരുന്നതാണ് വിചാരിക്കുന്നത്. അയർലാൻഡ്, വെയിൽസ് ഇതിലേതെങ്കിലും ഒരു ടീമായിരിക്കും വരാൻ പോകുന്നത്. അതേപോലെ തന്നെ സി ഗ്രൂപ്പായ മരണ ഗ്രൂപ്പ് എന്ന് പറയാവുന്ന ഇപ്പോഴത്തെ നിലവിൽ സ്കോട്ട്ലാൻഡും മൊറോക്കോയും ഹേത്തിയും ബ്രസീലിന്റെ കൂടെയാണ് മത്സരിക്കാൻ പോകുന്നത്. ആ ഗ്രൂപ്പ് എനിക്ക് പറയാമെന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മത്സരം മൊറോക്കോ ആയിട്ടാണ് വരുന്നത്, പിന്നെ സ്കോട്ട്ലാൻഡും ഉണ്ട്, ഹേത്തിയാണ് അവർക്ക് ആകെയുള്ള ഒരു സമാധാനം. മറ്റു മത്സരങ്ങൾ നല്ല ടഫായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അതേപോലെ ഡി ഗ്രൂപ്പിലേക്ക് വരുവാണെങ്കിൽ USAയും പരാഗ്വേയും ഓസ്ട്രേലിയയും, പിന്നെ തുർക്കിയും റൊമാനിയയും സ്ലോവാക്യയും കൊസോവോയും. ഇവര് 4 ടീം, തുർക്കി, റൊമാനിയ, സ്ലോവേക്യ, കൊസോവോ, ഇവർ 4 ടീമിൽ ഒരു ടീമായിരിക്കും ഈ ഗ്രൂപ്പിൽ വരുന്നത്. അതേപോലെ തന്നെ അപ്പൊ ഈ ഗ്രൂപ്പ് നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു എല്ലാ ടീമിലും ഈക്വൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് നമ്മൾ കാണുന്നത്. ഈ ഗ്രൂപ്പായ ജർമ്മനിയുടെ ഗ്രൂപ്പിൽ നിന്ന് കുറാക്കോയും അതേപോലെ ഐവറി കോസ്റ്റും അതേപോലെ ഇക്വഡോറാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജർമ്മനിക്കും ഇക്വഡോറും അതേപോലെ ഐവറി കോസ്റ്റും, ജർമ്മനിക്ക് ഇവർ രണ്ടുപേരും ഒരു തലവേദനയാവും. എനിക്ക് കുറാക്കോ അത്രത്തോളം ജർമ്മനിക്ക് ബാധിക്കുമെന്നറിയില്ല. അതേപോലെ തന്നെ എഫ് ഗ്രൂപ്പിൽ നെതർലാൻഡും ജപ്പാനും ടുണീഷ്യയാണ് ഉള്ളത്. ഇനി പ്ലേ ഓഫ് കളിച്ച് വരുന്ന ടീമാണ് ഉക്രൈനും സ്വീഡനും പോളണ്ടും അൽബേനിയാണ്. അപ്പോൾ അതിൽ നിന്ന് ആരായിരിക്കും പോളണ്ടും സ്വീഡനും ഉക്രൈനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടീമിന്റെ ആ ഒരു
ഒരു ഗ്രൂപ്പിന്റെ ഇതന്നെ മാറും. ഈ ഒരു ടീമുകൾ വരുന്നതോടുകൂടിയിട്ട് കുറച്ച് ടഫ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ഗ്രൂപ്പ്. ജി ഗ്രൂപ്പായ ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലാൻഡ് ആണ്. അവിടെ അത്യാവശ്യം കുഴപ്പമില്ല. ബെൽജിയവും ഈജിപ്തും നല്ല കളിയാണ്. അതേപോലെ തന്നെ ഇറാനും ന്യൂസിലാൻഡ് ഒക്കെ ഒരു ആവറേജ് എല്ലാവരും കളിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതേപോലെ എച്ച് ഗ്രൂപ്പായ സ്പെയിനിന്റെ ഗ്രൂപ്പിൽ സ്പെയിൻ, കോബർഡെ, സൗദി അറേബ്യ, ഉറുഗ്വേ ആണ് സ്പെയിനിനൊരു കുറച്ച് ടഫ് മത്സരം തരാനുള്ളത്. ബാക്കി അത്ര കാര്യമില്ല. സൗദി അറേബ്യ ആയിക്കോട്ടെ, കേബർഡ് ആയിക്കോട്ടെ, അതൊന്നും വലിയ കാര്യമില്ലാത്ത കാര്യമാണ് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം. എന്താ പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും ഫേവറേറ്റുകളായിട്ടുള്ള ഒരു ടീമാണ് സ്പെയിൻ. അതേപോലെ അടുത്ത ഗ്രൂപ്പ് ഫ്രാൻസിന്റെ ഗ്രൂപ്പാണ്. ഫ്രാൻസ്, സെനഗല്, അതേപോലെ തന്നെ നോർവേയും വരുന്നൊരു ഗ്രൂപ്പാണ്. അതിലേക്ക് വരാൻ വേണം കോൺഗോ വരുന്നുണ്ട്, ന്യൂ കാലിഡോണിയ വരുന്നുണ്ട്, ജമൈക്ക വരുന്നുണ്ട്. ഇതിൽ ആര് വരികയാണെങ്കിലും ജമൈക്കയും അതേപോലെ കൂടുതൽ ചാൻസ് ജമൈക്കയ്ക്കാണ്. ജമൈക്ക വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പ് കുറച്ചുകൂടെ കട്ടിയാവുകയാണ്. എന്താ പറഞ്ഞാൽ അവിടെ ഫ്രാൻസ് ഉണ്ട്, സെനഗൽ ഉണ്ട്, നോർവേ ഉണ്ട്. ഓൾറെഡി 3 വമ്പന്മാരുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ഒരു വമ്പന്മാർ കൂടി വരികയാണെങ്കിൽ ആ ഗ്രൂപ്പ് കുറച്ച് തീപ്പൊരിയാവും. അടുത്ത ജെ ഗ്രൂപ്പായ അർജന്റീനയുടെ ഗ്രൂപ്പാണ്. അർജന്റീന ഫാൻസിന് ഭയങ്കര ആഘോഷമാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വന്ന സൗദിയോട് ഫസ്റ്റ് കളിയിൽ നമ്മൾ പരാജയപ്പെട്ടത് അർജന്റീന. അപ്പോൾ അർജന്റീന ഗ്രൂപ്പിൽ അൾജീരിയയും ഓസ്ട്രിയയും ജോർദാനാണ്. അപ്പോൾ ഇവർ 3 പേരും ഏകദേശം ഒരേ പാറ്റേണിൽ കളിക്കുന്ന, ഒരേ ഫോമിൽ നിൽക്കുന്ന ടീമുകളാണ്. അടുത്ത ഗ്രൂപ്പിൽ പോർച്ചുഗലാണ് ഉള്ളത്. പോർച്ചുഗലും ഉസ്ബെക്കിസ്ഥാനും കൊളംബിയാണ്. അതിൽ പ്ലേ ഓഫ് കളിച്ചിട്ട് വരുന്ന ടീം ഇറാഖും ബൊളീവിയയും സെർനെയുമാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ബൊളീവിയ അല്ലെങ്കിൽ ഇറാഖ് കയറി വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ അടുത്ത ഗ്രൂപ്പിലേക്ക് പോകണമെങ്കിൽ അവസാന ഗ്രൂപ്പായ എൽ ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഗാന, പനാമ. അവിടെ പനാമ മാത്രമൊരു മോശം ടീം. ഗാനയും ക്രൊയേഷ്യയും ഇംഗ്ലണ്ടിന് നല്ലൊരു വെല്ലുവിളി ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഓരോ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ വേൾഡ് റാങ്കിങ്ങിൽ എത്രാം സ്ഥാനത്താണ്, അവരിൽ ഏത് ടീമാണ് അടുത്ത റൗണ്ടിലേക്ക് കയറി പോരാനുള്ള ചാൻസ് എന്ന് നമുക്കത് പരിശോധിച്ച് നോക്കിയാൽ എ ഗ്രൂപ്പിൽ നിന്ന് മെക്സിക്കോ 15ാം സ്ഥാനത്താണ് വേൾഡ് റാങ്കിങ്ങിലുള്ളത്, ഫുട്ബോൾ വേൾഡ് റാങ്കിങ്ങിലുള്ള ഫിഫയുടെ റാങ്കിങ്ങിലുള്ളത്. സൗത്ത് ആഫ്രിക്ക ആയിക്കോട്ടെ 61ാം സ്ഥാനത്താണ് ഉള്ളത്. സൗത്ത് കൊറിയ 22ാം സ്ഥാനത്ത്. പക്ഷേ ഈ പൊസിഷൻ റാങ്കിങ്ങിനൊന്നും വലിയ സ്ഥാനമില്ല. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ 1, 2, 3 മത്സരങ്ങൾ കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് തീരുമാനിക്കുന്നു. ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റും സെക്കൻഡും എത്തുന്ന 2 ടീമുകൾക്ക് നേരിട്ട് യോഗ്യത നേടും. അതേപോലെ 3ാം സ്ഥാനക്കാരായിട്ടുള്ള 8 ടീമുകൾക്കാണ് യോഗ്യത നേടുന്നത്. അങ്ങനെ 24ഉം 8ഉം 32 ടീമുകളാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മെക്സിക്കോന്റെ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും കയറാനൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോ പുതിയതൊരു ടീമും വരുന്നുണ്ട് പ്ലേ ഓഫ് കളിച്ചിട്ട്. അപ്പോൾ അതും കൂടി വന്നാലേ നമുക്ക് മൊത്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ചാൻസ്. അപ്പോൾ ബി ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ കാനഡ 27ാം സ്ഥാനത്താണ് ഉള്ളത്. ഖത്തർ 51ാം സ്ഥാനത്തുള്ളതാണ്. സ്വിറ്റ്സർലാൻഡ് 17ാം സ്ഥാനത്ത്. ഏറ്റവും പുറകിലുള്ള സ്വിറ്റ്സർലാൻഡാണ് 17ാം സ്ഥാനത്തുള്ളത്. സ്വിറ്റ്സർലാൻഡ് ആൻഡ് കാനഡ കയറി വരാനാണ് ചാൻസ്. ഇവിടെ ഇറ്റലി, വെയിൽസും ഒക്കെ വരാനുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ. അപ്പൊ അവർ കൂടി വരുന്ന സമയത്ത് ഈ ഒരു ഗ്രൂപ്പ് നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് നൽകാൻ പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ നിന്ന് സ്വിറ്റ്സർലാൻഡ് ഏകദേശം ഉറപ്പാണ്. പിന്നെ കാനഡ ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഒരു ടീം. എനിക്ക് ഖത്തറിന് അത്രത്തോളം എനിക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് കയറി വരുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അപ്പോ ഡി ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ USA 14ാം സ്ഥാനത്താണ് ഫിഫ വേൾഡ് റാങ്കിങ്ങിലുള്ളത്. അതേപോലെ തന്നെ പരാഗ്വേ 39ാം സ്ഥാനത്തും, ഓസ്ട്രേലിയ 26ാം സ്ഥാനത്താണ്. ഇനി അവിടെ തുർക്കിയും അതേപോലെ സ്ലോവേക്കിയും സവോയൊക്കെ വരാനുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് എൻ്റെ ഒരു ഇതിൽ പരാഗ്വേ കയറാൻ ചാൻസ് ഉണ്ട്, ഓസ്ട്രേലിയ കയറാൻ ചാൻസ് ഉണ്ട്. USA കാര്യമൊന്നും അത്ര പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഹോസ്റ്റ് കൺട്രി എന്നുള്ള ആ ഒരു കാണികളുടെയും ഇതിന്റെ സപ്പോർട്ട് ചിലപ്പോൾ അവരും 3ാം സ്ഥാനക്കാരായിട്ട് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഗ്രൂപ്പായ സി ഗ്രൂപ്പിൽ ഏകദേശം നല്ലൊരു ടഫ് ഫൈറ്റ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ബ്രസീലിന്റെ ഗ്രൂപ്പ്. 5ാം സ്ഥാനക്കാരുള്ള ബ്രസീൽ, 11ാം സ്ഥാനക്കാരുള്ള മൊറോക്കോ, 84ാം സ്ഥാനക്കാരുള്ള ഹെയ്ത്തി ആൻഡ് 36ാം സ്ഥാനക്കാരുള്ള സ്കോട്ട്ലാൻഡ്. ഇതിൽ മൊറോക്കോ ആയിട്ടാണ് ബ്രസീലിന്റെ ഫസ്റ്റ് മത്സരം വരാൻ പോകുന്നത്. അപ്പോൾ മൊറോക്കോയും അതേപോലെ തന്നെ സ്കോട്ട്ലാൻഡും ബ്രസീലിന് നല്ലൊരു വെല്ലുവിളി തന്നെയാണ്. കുറച്ച് ടഫ് ആയിട്ടുള്ള ഗ്രൂപ്പ് തന്നെയാണ്. എനിക്ക് തോന്നുന്നാലും ബ്രസീലും മൊറോക്കോയും ഈ ഗ്രൂപ്പിൽ നിന്ന് കയറുന്ന തന്നെയാണ് തോന്നുന്നത്. സ്കോട്ട്ലാൻഡ് പൊരുതായിരിക്കും, പക്ഷേ 3ാം സ്ഥാനക്കാരായിട്ട് ചിലപ്പോൾ കയറാൻ ചാൻസ് ഉണ്ട്. അടുത്ത ഗ്രൂപ്പായ ജർമ്മനിയുടെ ഗ്രൂപ്പിൽ ജർമ്മനി 9ാം സ്ഥാനക്കാരായിട്ടാണ് വേൾഡ് റാങ്കിങ്ങിലുള്ളത്. ഇക്വഡോർ ആണെങ്കിൽ 82ാം സ്ഥാനത്താണ് ഉള്ളത്. ഐവറി കോസ്റ്റ് 42ാം സ്ഥാനത്തും ഇക്വഡോർ 23ാം സ്ഥാനത്താണ്. അപ്പോൾ ഇക്വഡോറും ജർമ്മനി തന്നെയാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് കയറാനുള്ള ചാൻസ്. പിന്നെ ഐവറി കോസ്റ്റ് ചിലപ്പോൾ 3ാം സ്ഥാനക്കാരായിട്ട് കയറായിരിക്കും. ചിലപ്പോൾ കറുത്ത കുതിരകളായിട്ട് 2ാം സ്ഥാനക്കാരായിട്ടും 1ാം സ്ഥാനക്കാരായിട്ടൊക്കെ കയറാനുള്ള ചാൻസുകളുണ്ട്. ഐവറി കോസ്റ്റ് കറുത്ത കുതിരകളാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ഗ്രൂപ്പായ എഫ് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ എഫ് ഗ്രൂപ്പിൽ നിന്ന് നെതർലാൻഡ് 7ാം സ്ഥാനക്കാരായിട്ടാണ് വേൾഡ് റാങ്കിങ്ങിലുള്ളത്. ജപ്പാൻ 18ാം സ്ഥാനത്തും, ടുണീഷ്യ 40ാം സ്ഥാനത്താണ്. പിന്നെ പ്ലേ ഓഫ് കളിച്ചിട്ട് ഒരു ടീം വരണം. ആ ടീം വന്നു കഴിഞ്ഞാലാണ് അറിയാം. അവിടെ സ്വിറ്റ്സർലാൻഡ് ഉണ്ട്, പോളണ്ട് ഉണ്ട്, അൽബേനിയ ഉണ്ട്. അപ്പൊ അവരൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവിടുത്തെ. അടുത്ത ജി ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ ബെൽജിയമാണ് 8ാം സ്ഥാനക്കാരാണ് വേൾഡ് റാങ്കിങ്ങിൽ. ഈജിപ്ത് 34ാം സ്ഥാനക്കാരാണ്. ഇറാൻ 20ാം സ്ഥാനക്കാരാണ്. ന്യൂസിലാൻഡ് 86ാം സ്ഥാനക്കാരാണ്. എനിക്ക് ഇവിടുന്ന് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു ബെൽജിയവും ഇറാനും കയറാനുണ്ട്. വേണമെങ്കിൽ ഈജിപ്ത് ഏറ്റവും നല്ല 3rd പൊസിഷനിലുള്ള ടീമായിട്ട് 3ാം സ്ഥാനക്കാരായിട്ട് കയറായിരിക്കും. എച്ച് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ സ്പെയിന് നമ്പർ 1, വേൾഡിലെ നമ്പർ 1 ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഈ 2026 വേൾഡ് കപ്പ് തൂക്കുമെന്ന്
എല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്ന ഒരു ടീമാണ് സ്പെയിന്. രണ്ടാമത്തെ കേപ്പ് വെർഡ് ആണ്, 68 സ്ഥാനത്താണ് അവരുള്ളത് വേൾഡ് റാങ്കിങ്ങിൽ. അതേപോലെ സൗദി അറേബ്യ 60 സ്ഥാനത്താണ്, ഉറുഗ്വ 16 സ്ഥാനത്താണ്. സ്പെയിനിന് ആകെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഉറുഗ്വ മാത്രമായിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ള ടീമുകളിലേക്ക് നിസാരമായിട്ട് കാണുന്നില്ല. എന്നാലും പറയണം, അവരെ ഇപ്പോഴത്തെ ഫോമും കാര്യങ്ങളും സംബന്ധിച്ചിടത്തോളം സ്പെയിനിന് അതൊരു വിഷയമല്ല. സ്പെയിനും ഉറുഗ്വയാണ് ആ ഗ്രൂപ്പിൽ നിന്ന് കയറുക. ഐ ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ ഫ്രാൻസ് ആണ് വേൾഡ് റാങ്കിങ്ങിൽ 3-ാം പൊസിഷനിലുള്ളത്. അതേപോലെ സെനഗൽ 19 സ്ഥാനത്തുള്ളത്. അതേപോലെ തന്നെ നോർവേ 29 സ്ഥാനത്ത്. നോർവേനെ 29 എന്ന് പറഞ്ഞിട്ട് കണക്കാക്കരുത്. വേൾഡ് കപ്പ് യോഗ്യതയിൽ ഏറ്റവും കൂടുതൽ 39ഓളം ഗോളുകൾ അടിച്ചു കൂട്ടിയ ടീമാണ് ഈ നോർവേ എന്ന് പറയുന്നത്. അപ്പോൾ അവരത്ര നിസ്സാരക്കാരായി കാണരുത്. അപ്പൊ ഈ ഗ്രൂപ്പിൽ നിന്ന് മിക്കവാറും എനിക്ക് തോന്നുന്നു ഫ്രാൻസും നോർവേ ആണ് കയറാൻ പറ്റില്ല. പിന്നെ ഇറാഖും ബൊളീവിയയും സർനെയും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഫ്രാൻസും നോർവേക്ക് തന്നെ കൂടുതൽ. പിന്നെ സെനഗൽ ചിലപ്പോൾ കറുത്ത കുതിരകളായി കഴിഞ്ഞാൽ അവർ 3-ാം സ്ഥാനക്കാരായിട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. ജെ ഗ്രൂപ്പിൽ അടുത്ത ഗ്രൂപ്പ് ജെ ആണ്, അർജന്റീനയുടെ ഗ്രൂപ്പാണ്. അർജന്റീന 2nd പൊസിഷൻ വേൾഡ് റാങ്കിങ്ങിലുള്ളത്. അൾജീരിയ 35-ാം സ്ഥാനത്തും, ഓസ്ട്രിയ 24-ാം സ്ഥാനത്തും, ജോർദാൻ 66-ാം സ്ഥാനത്താണ്. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് ടഫ് ഫൈറ്റ് ഇരുന്ന് ഓസ്ട്രിയ ഒരു നല്ല ഫൈറ്റ് തരാൻ ചാൻസ് ഉണ്ട് അർജന്റീനയ്ക്കെതിരെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അർജന്റീനയും അതേപോലെ തന്നെ ഓസ്ട്രിയയും കയറാനാണ് കൂടുതൽ ചാൻസ്. ചിലപ്പോൾ അൾജീരിയ 3-ാം സ്ഥാനക്കാരായിട്ട് ചിലപ്പോൾ കയറാൻ ചാൻസ് ഉണ്ട്. കെ ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ പോർച്ചുഗലിന്റെ ഗ്രൂപ്പാണ്. പോർച്ചുഗൽ വേൾഡ് റാങ്കിങ്ങിൽ 6-ാം സ്ഥാനത്താണ് ഉള്ളത്. ഉസ്ബെക്കിസ്ഥാൻ ആയിക്കോട്ടെ 50-ാം സ്ഥാനത്തുള്ളതാണ്. കൊളംബിയ ആണ് 13-ാം സ്ഥാനത്ത്. കൊളംബിയയും പോർച്ചുഗലും തമ്മിലൊരു മത്സരം ഉണ്ടാവും. അതേപോലെ ജമൈക്കയും ഒക്കെ വരാനുണ്ട് ഈ ഗ്രൂപ്പിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ നിന്ന് കൊളംബിയയും പോർച്ചുഗലും തന്നെ ആയിരിക്കും കൂടുതൽ ചാൻസ് കയറാനുള്ള ചാൻസുകൾ. എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള സ്കോഡ് ഡെപ്ത് ഉണ്ട്. അപ്പോ സ്കോഡ് ഡെപ്ത് കൊണ്ട് കളിക്കാനുള്ള ആ ഒരു ഇതുണ്ട്. അപ്പൊ എന്തായാലും അവർ തന്നെ ആയിരിക്കും മിക്കവാറും. എൽ ഗ്രൂപ്പായ അവസാന ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഗാന, പനാമയാണ്. ഇംഗ്ലണ്ട് 4th പ്ലേസിലാണ് ഉള്ളത് വേൾഡ് റാങ്കിങ്ങിൽ. അതേപോലെ തന്നെ ക്രൊയേഷ്യ 10-ാം സ്ഥാനത്താണ്, ഗാന 72-ാം സ്ഥാനത്തും, പനാമ 30-ാം സ്ഥാനത്തും. ഇവിടെ പനാമ അത്യാവശ്യം നല്ല ഫോമിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ അടുത്ത കളികളിലൊക്കെ കളിച്ചതിൽ. അപ്പോൾ ഗാന 72-ാം സ്ഥാനത്താണ്. ഗാന ചിലപ്പോൾ ഒരു കറുത്ത കുതിരകളാവാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ടഫുള്ള ഗ്രൂപ്പാണ് ഇംഗ്ലണ്ടിന്. എന്നാൽ ക്രൊയേഷ്യയും അത്യാവശ്യം നല്ല ഫോമിൽ കളിക്കുന്ന 10-ാം സ്ഥാനത്ത് വേൾഡ് റാങ്കിൽ 10-ാം സ്ഥാനത്തുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇതിലുള്ളത്. അപ്പൊ എന്താ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ബ്രസീലിന് മൊറോക്കോ ആയിട്ട് ഫസ്റ്റ് മത്സരം വരുന്നു. അതേപോലെ അർജന്റീനയ്ക്ക് അൾജീരിയ ആണ് ആദ്യ മത്സരം വരുന്നത്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് പോർച്ചുഗലും അർജന്റീനയും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അടുത്ത റൗണ്ട് ഓഫ് 32-ലും അതേപോലെ വരികയാണെങ്കിൽ പ്രീ ക്വാർട്ടർ കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന വിസസ് പോർച്ചുഗൽ മത്സരം ഉണ്ടാവുന്നതാണ് ഇപ്പോൾ വിദഗ്ധര് അതിൽ ഫിക്ചറിലൊക്കെ വരുന്ന ഒരു നിഗമനം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മത്സരം ക്വാർട്ടർ ഫൈനലിൽ വരികയാണെങ്കിൽ അത് ഈ വേൾഡ് കപ്പിലെ ഫൈനലിനേക്കാളും വലിയ ഫൈനൽ തന്നെ ആയിരിക്കും. മെസ്സി വിസസ് ക്രിസ്ത്യാനോ റൊണാൾഡോ എങ്ങനെ ഇരിക്കും? ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ അങ്ങനെ സ്തംഭിക്കും. അതേപോലെ ടിക്കറ്റുകളൊക്കെ കരിഞ്ഞതിൽ ഒരുപാട് വിറ്റും. അതേപോലെ തന്നെ TV റിവ്യൂസ് ഒക്കെ റെക്കോർഡും തകർത്ത് എവിടെയെങ്കിലൊക്കെ എത്തും. അതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു ചങ്ങായിവർ രണ്ടാളും കൂടിയിട്ടുള്ള ഒരു ബാറ്റിൽ, അത് വേൾഡ് കപ്പിനെ പോലെ ഒരു മത്സരത്തിൽ ഇവർ രണ്ടാളും തമ്മിൽ അതും ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം വരികയാണെങ്കിൽ അത് ആ വേൾഡ് കപ്പിലെ ഏറ്റവും സുന്ദരമായ മത്സരമായിരിക്കും. അതിൽ ആര് ജയിച്ചു എന്നുള്ള കാര്യമല്ല, അത് ഏറ്റവും സുന്ദരമായ കളിയും ലോകത്തെ ഏറ്റവും കാണികൾ കണ്ട ഒരു മത്സരമായിട്ട് മാറാനുള്ള കാരണമുണ്ട്. അതിന് എന്താണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ജിന്നുകൾ തന്നെയാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലയണൽ മെസ്സി. ഇവർ രണ്ടാളും തമ്മിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ ബാറ്റില്, ഇപ്പോഴും അത് തീർന്നിട്ടില്ല, ഇനി അത് തീരാനും പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു മത്സരം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാനില്ലല്ലോ. അപ്പൊ ആ മത്സരത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.